ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. OROP, വൺ റാങ്ക് വൺ പെൻഷൻ എന്ന മുദ്രാവാക്യം വിമുക്ത ഭടന്മാർ ഉന്നയിച്ച മുദ്രാവാക്യം. കുറെ നാളുകളായി പത്രത്താളുകളിൽ നാം വായിക്കുന്ന ആ മുദ്രാവാക്യത്തിന് താൽക്കാലികമായ ഒരു സാഫല്യം കൈവന്നിരിക്കുന്നതിൻ്റെ വാർത്തയാണ്. ഒരുപക്ഷെ വലിയൊരു വിഭാഗം ജനങ്ങളെ സന്തോഷത്തിലെത്തിക്കുന്ന ഒരു വാർത്തയാണെന്ന് പത്രലോകം നമുക്ക് തരുന്നത്. ഒരു റാങ്കിൽ പെൻഷൻ പറ്റി നിൽക്കുന്ന ആളുകൾക്ക് അവരെപ്പോൾ പെൻഷൻ പറ്റി എന്നത് പരിശോധിക്കാതെ ഒരേ നിലയ്ക്കുള്ള ശമ്പളമാണ് വേണ്ടത് എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. ഇപ്പോൾ പെൻഷൻ പറ്റുന്ന ഒരു മേജറിനോ അല്ലെങ്കിൽ അതേ റാങ്കിലുള്ള ഒരാൾക്കോ 30 വർഷം പെൻഷൻ പറ്റുന്ന ആൾക്കും തുല്യമായ പെൻഷൻ തന്നെ ലഭിക്കണം എന്നാവശ്യപ്പെടുന്ന, പ്രത്യേകിച്ച് സൈന്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഹെയറാർക്കിക്കൽ മേളിലും താഴെയും മുന്നിലും പിന്നിലുമുള്ള ആ ഓർഡർ ഉണ്ടല്ലോ, ഓർഡർ അനുസരിച്ച് ഒരു മേജർ റിട്ടയർ ചെയ്താലും റിട്ടയേർഡ് മേജർ എന്നാം പറയുമ്പോഴും മേജർ എന്ന് തന്നെയാണ് പറയുന്നത്. മേജർ രവി എന്നൊക്കെയുള്ള സിനിമാക്കാരനെ കുറിച്ച് നമുക്കറിയാം. ഏതായാലും അത്തരത്തിലുള്ള ഒരാൾ പിന്നീട് വരുന്ന തൊട്ട് താഴെയുള്ള ഒരു സൈനികൻ അയാളെ എവിടെ വെച്ച് കണ്ടാലും സല്യൂട്ട് ചെയ്യണം എന്നാണ് നിയമം. അങ്ങനെ ഭിന്നമായ ഒരു ഹെയറാർക്കിയുടെ ഓർഡർ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ സൈന്യത്തിൽ വൺ റാങ്ക് വൺ പെൻഷൻ എന്ന ആവശ്യം കഴിഞ്ഞ 42 വർഷമായി ഉയർന്നു കേട്ട ഒരാവശ്യമാണ്. 4 പതിറ്റാണ്ടുകളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരാവശ്യമാണ് വിമുക്ത ഭടന്മാർ. വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളിലൂടെ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്ക് വിമുക്ത ഭടന്മാർ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ത്യയിൽ 9 പ്രധാനമന്ത്രിമാർ മാറി വന്നു. ഇന്ദിരാഗാന്ധി, വാജ്പേയി, നരസിംഹറാവു, VP സിംഗ്, ഗുജറാൾ, ചന്ദ്രശേഖർ, ദേവഗൌഡ തുടങ്ങി മൻമോഹൻ സിംഗ് വരെയുള്ള 9 പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വൺ റാങ്ക് വൺ പെൻഷൻ അനുവദിക്കും എന്ന കാര്യത്തിൽ സന്ദേഹമില്ലാത്ത നിലപാടെടുക്കുകയുണ്ടായി. 79 ദിവസം നീണ്ടുനിന്ന ഒരു നിരാഹാര സമരം ജന്തർ മന്ദറിൽ വിമുക്ത ഭടന്മാർ നടത്തിയതോടെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ആ പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചേർന്നു. വിമുക്ത ഭടന്മാർ പറയുന്നത് ശരിയായ ഒരു കാര്യമാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. 2014 അധികാരം വിട്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് പഴയ UPA സർക്കാർ ഇത് അംഗീകരിച്ചെങ്കിൽ പോലും പണമൊന്നും നീക്കി വെച്ചില്ല, അതുകൊണ്ട് നടന്നതുമില്ല. ശബരിമല തീർത്ഥാടനത്തിന് ധാരാളം ആളുകൾ അതുമായി ബന്ധിപ്പിച്ച് എൻഗേജ്ഡായിരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയല്ല അപ്പോൾ എന്ന് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ സർക്കാരിന് ഉമ്മൻചാണ്ടി ആയിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുഞ്ഞിൻ്റെ മനസ്സത്ര കുഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് എന്തൊക്കെ ഗൗരവതരമായ ഗൂഢ ചിന്തകളാണ് അതിലുള്ളതെന്നൊന്നും പറയാനൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ നവംബറിൽ വേണമെങ്കിൽ കോടതിയെ സമീപിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് അതിൽ പങ്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും എന്ന ഗൗരവതരമായൊരു വാദമുഖം ഉന്നയിക്കാൻ ഒരുപക്ഷെ UDF ശ്രമിച്ചുകൂടായികയില്ല. ഒന്ന്. ഇനി മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് നവംബറിൽ നടത്തുകയും ഡിസംബറിൽ പുതിയ ഭരണസമിതി വരികയും ചെയ്താൽ നവംബറിൽ അവസാനിക്കുന്ന ഭരണസമിതിയുടെ ഭരണമുണ്ടല്ലോ, അതിനുശേഷം നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ആ ഉദ്യോഗസ്ഥന്മാരായിരിക്കും വോട്ടേഴ്സ് ലിസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ കള്ളത്തരം കാണിക്കാൻ ഇടയുണ്ട്. ഈ 2 കാരണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സർവ്വവിധ അവകാശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നൽകിയിരിക്കുന്ന സ്ഥിതിക്ക് ആദ്യം സൂചിപ്പിച്ചത് മാതിരി ഭരണഘടനാപരമായി ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടത്തി നവംബർ 1-ാം തീയതി പുതിയ ഭരണസമിതിയെ രംഗത്ത് കൊണ്ടുവരണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ആ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPM, നവംബർ 1-ന് പുതിയ ഭരണസമിതി വരികയും വേണം, അക്കാര്യത്തിൽ മാറ്റം പാടില്ല. ഇനി അപ്രകാരം തീരുമാനിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തങ്ങൾ കോടതിയിലേക്ക് പോകുമെന്ന് CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഒന്നുകിൽ UDF കോടതിയിലേക്ക് പോകും വീണ്ടും, അല്ലെങ്കിൽ LDF കോടതിയിലേക്ക് പോകും. തൊമ്മൻ അയയുമ്പോൾ ചാണ്ടി മുറുകും, ചാണ്ടി അയയുമ്പോൾ തൊമ്മൻ മുറുകും
എന്ന് പറഞ്ഞ മാതിരിയുള്ള അവസ്ഥയാണ്. പരിഹാരമല്ല, മറിച്ച് കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും ഒരുപക്ഷെ ഇന്ന് നടക്കാൻ പോകുന്ന സർവകക്ഷി യോഗം ഈ പ്രശ്നത്തെ എടുത്തെറിയാൻ പോകുന്നത് എന്ന് നിരൂപിക്കുന്നതാണ്. കൂടുതൽ കരണീയം വാർത്ത സിറാജ് എന്ന പത്രം തരുന്നത് കാണുക. ലീഡാക്കിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർവകക്ഷി യോഗം ഇന്ന്, തീയതി നീട്ടിയാൽ പ്രക്ഷോഭമെന്ന് CPM. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നിലപാട് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ സമവായ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം എത്തിച്ചേരാവുന്ന ചില സാധ്യതകളാണ് ഇവിടെ നിഗമിച്ചത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ അക്കാര്യങ്ങൾ അറിയാറാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയഭേദകമായ ചിത്രങ്ങളുമാണ് നമ്മുടെ പത്രങ്ങൾ പുറത്തേക്ക് വന്നത്. സിറിയയിൽ നിന്ന് കടൽ കടന്ന് യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ബോട്ടുകൾ തകർന്ന് കുഞ്ഞുങ്ങളടക്കം ധാരാളം അഭയാർത്ഥികൾ മരിച്ചു പോവുകയുണ്ടായി.